ഹലോ ഗേൾസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കൊത്തു പൊറോട്ടയാണ്. നമ്മൾ വീട്ടിൽ പൊറോട്ടയും ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി വരുന്ന പൊറോട്ടയൊക്കെയാണ് നമ്മൾ സാധാരണ ഇതിൽ കൊത്തു പൊറോട്ടയായിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഒരു പാനോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഒരു 1-2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. കുറച്ച് വഴണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു 1-2 തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ട് ഈ സവാളയുടെയും മുളകിൻ്റെയും കൂടെ തക്കാളി ഇട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം. അത് അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ പിഞ്ചുന്ന പോലെ ആകുമ്പോഴത്തേക്കും കുറച്ച് ലേശം കരിവേപ്പില ഇട്ട് കൊടുക്കണം. അതൊരു മണത്തിനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കരിവേപ്പില ഇട്ട് കുറച്ചൊന്നും വഴറ്റി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടതുപോലെ കൂട്ടിയും കുറച്ചൊക്കെ കഴിയാത്ത രീതിയിൽ നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ വയ്ക്കാം. പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ നല്ല രീതിക്ക് ഉപ്പ് എല്ലാത്തിനും പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയൊക്കെ കൊടുക്കണം. അങ്ങനെ നമ്മൾ സവാളയും എല്ലാം നല്ല രീതിക്ക് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരുജീരകം പൊടിച്ചത് അതിടുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ഇതിലോട്ട് ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 മുട്ട പൊട്ടിച്ച് വീഴ്ത്തുന്നുണ്ട്. അതൊന്ന് നല്ല രീതിക്ക് കിണ്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് മുട്ട കിട്ടണം. അപ്പോഴത്തേക്കും നമ്മൾ പൊറോട്ട അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.